നൈപുണ്യ ദിനം 2015. ഇതാദ്യമായി കേരളം നൈപുണ്യ ദിനം ആഘോഷിക്കുകയാണ്. കർമ്മമേഖലയിലേക്ക് വരുന്ന പുതുതലമുറയുടെ നൈപുണ്യ വികസനത്തിലൂടെ അവരെ ശാക്തീകരിക്കുകയും ഭാവിയിലേക്ക് അവരെ വാർത്തെടുക്കുകയും അതുവഴി ലോക നിലവാരമുള്ള പൗരന്മാരായി മാറ്റിയെടുക്കുകയുമാണ് ലക്ഷ്യം. നൈപുണ്യ വികസനത്തിനായി കേരള സർക്കാർ അനവധി പദ്ധതികളും പരിപാടികളുമാണ് നടത്തിവരുന്നത്. സ്കൂൾ കോളേജ് തലത്തിലുള്ളവർക്കും ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഇതര മേഖലകളിലുള്ളവർക്കും, സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, പിന്നോക്ക വിഭാഗക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർ, അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്ന തരത്തിലാണ് നൈപുണ്യ വികസന പരിപാടികൾ നടപ്പിലാക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മാറി എംപ്ലോയബിലിറ്റി സെന്ററുകൾ വന്നു കഴിഞ്ഞു. ഉന്നത നിലവാരത്തിലുള്ള സെന്ററുകളിൽ തൊഴിൽ തേടിയെത്തുന്നവരുടെ അഭിരുചികൾ വിലയിരുത്തി തൊഴിലിന് പ്രാപ്തരാക്കുന്ന തരത്തിൽ പരിപൂർണമായ മാർഗനിർദ്ദേശങ്ങളും തൊഴിലും നൽകുന്നതിന് സജ്ജമായിരിക്കുന്നു. എംപ്ലോയബിലിറ്റി സെന്ററുകളുടെ രൂപീകരണവും അതിലൂടെ സംഘടിപ്പിച്ച തൊഴിൽ മേളയായ നിയുക്തിയിൽ 1,00,000-ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുകയും ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞതും ചരിത്ര വിജയമായി. നൈപുണ്യം 2014. ഇന്ത്യയിൽ ആദ്യമായി നൈപുണ്യ വികസനത്തിന് വേണ്ടി അന്താരാഷ്ട്ര ഉച്ചകോടി നൈപുണ്യം 2014 സംഘടിപ്പിച്ചു. നൈപുണ്യ വികസനത്തിനായുള്ള ദിശാബോധവും നൂതന ആശയങ്ങളും ബന്ധപ്പെട്ട പദ്ധതികളും രൂപവൽക്കരിക്കാൻ നൈപുണ്യം 2014 സാധ്യമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, സർക്കാർ ഇതര ഏജൻസികൾ, ഐക്യരാഷ്ട്രസഭാ പ്രതിനിധികൾ എന്നിങ്ങനെ നൈപുണ്യ വികസനവുമായി ബന്ധമുള്ളവരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇത് കേരളത്തിൻ്റെ നൈപുണ്യ വികസനത്തിന് തനതായൊരു മാതൃക രൂപകൽപ്പന ചെയ്യാനും അതുവഴി ലോകോത്തര നിലവാരമുള്ള ഒരു യുവ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുള്ള സെന്റർ ഓഫ് എക്സലൻസ് മോഡലിനും തുടക്കമായി. വളരെ നൂതനമായ ഈ പരിശീലന മാതൃകയിൽ വ്യവസായ മേഖലയിൽ ആവശ്യമായ യുവതലമുറയെ അതത് മേഖലയിലെ വ്യവസായ സംരംഭകർ തന്നെ പരിശീലനം നടത്തുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. നിർമ്മാണ മേഖലയിലെ തൊഴിൽ ശക്തി നൈപുണ്യവൽക്കരിക്കാൻ ദീർഘവീക്ഷണത്തോടെ തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗിലും മാനേജ്മെന്റിലും ഉന്നതമായ പരിശീലനം, പുറമെ നിർമ്മാണ മേഖലയിലെ സൂപ്പർവൈസർ, സൈറ്റ് മാനേജർ തുടങ്ങിയ മേഖലകളിലെ ട്രേഡുകളായ കാർപ്പൻട്രി, മേസൺറി, പ്ലംബിംഗ്, കാഡ് ട്രെയിനിംഗ്, മെട്രോ വർക്ക്സ് എന്നിവയ്ക്കായി കൊല്ലം ജില്ലയിലെ ചവറയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ UK മാതൃകയിലാണ് ഈ സ്ഥാപനം പ്രവർത്തന സജ്ജമാവുന്നത്. നഴ്സിംഗ്. വിദേശത്ത് ഏറ്റവുമധികം തൊഴിൽ ചെയ്യുന്ന ആതുര സേവന രംഗത്തുള്ളവർക്ക് കാലത്തിനനുസരിച്ചുള്ള വൈദഗ്ധ്യപൂർണമായ പരിശീലനത്തിനു വേണ്ടി നഴ്സിംഗ് മേഖലയിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിന്റെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ചു. ലോകോത്തര നിലവാരമുള്ള അഡ്വാൻസ്ഡ് സ്കിൻ ട്രെയിനിംഗ് ലാബ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു സ്കിൽ ട്രെയിനിംഗ് സെന്റർ നഴ്സിംഗ് മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായാണ്. സ്കിൻ ക്യാമ്പസ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖലകളായ സെക്യൂരിറ്റി, എണ്ണ ഖനന മേഖല, ഓട്ടോമൊബൈൽ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകി അവർക്ക് തൊഴിലുറപ്പാക്കുന്നതിനായി ലോകത്തെ വിദഗ്ധ തൊഴിൽ പരിശീലകരുടെ സഹകരണത്തോടെയുള്ള സെന്റർ ഫോർ എക്സലൻസുകൾ കൊച്ചിയിൽ ഇൻകാൽ ടവറിലുള്ള സ്കിൽ ക്യാമ്പസിൽ യാഥാർത്ഥ്യമാവുന്നു. NSDC. കേരളം നടപ്പിലാക്കുന്ന നൂതനമായ നൈപുണ്യ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി NSDCയും കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. തൊഴിൽ മേഖലയിലെ ആധുനിക പരിശീലനം, കപ്പാസിറ്റി ബിൽഡിംഗ്, സർട്ടിഫിക്കേഷൻ എന്നിവ ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കും. ലോകപ്രശസ്തമായ ജർമ്മൻ സാങ്കേതിക വൈദഗ്ധ്യം നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് ലഭ്യമാക്കുന്നതിനായി പ്രമുഖ ജർമ്മൻ സ്ഥാപനങ്ങളായ സിമൻസ്, ഫെസ്റ്റോ, TUV റെയിൻലാൻഡ് തുടങ്ങിയ കമ്പനികളുമായും ധാരണാപത്രം ഒപ്പുവെച്ചു. ഐസ്റ്റം. ലോക നിലവാരമുള്ള കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ സെന്റർ ഫോർ എക്സലൻസ് സ്ഥാപിക്കുവാനുള്ള ഏകജാലക സംവിധാനം. ഇതിനു പുറമെ ITIകളും എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഐസ്റ്റെപ്പ് ചാപ്റ്ററുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലായി കഴിഞ്ഞു. ഈ പദ്ധതി പ്രകാരം നമ്മുടെ യുവതലമുറയെ
അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് രൂപപ്പെടുത്താൻ ഭാഷാ പ്രാവീണ്യം, സംരംഭകത്വ ആശയങ്ങൾ, വ്യാവസായിക മേഖലയുമായുള്ള ബന്ധം എന്നിവ നിറവേറ്റാനും ഐസ്റ്റെപ്പ് വാതിൽ തുറക്കുന്നു. കേരളത്തിലെ ITIകൾ മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞു. ലോക നിലവാരത്തിലുള്ള ട്രെയിനിംഗ് സെന്ററുകളും നൈപുണ്യമാർന്ന യുവതലമുറയെയും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ലോകോത്തര കമ്പനികളായ ഫോക്സ് വാഗൺ, മാരുതി സുസുക്കി, ടൊയോട്ട, സാംസങ്, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളുമായി കൈകോർത്തുകൊണ്ടുള്ള ട്രെയിനിംഗ് നമ്മുടെ പ്രമുഖമായ ITIകളിൽ കുട്ടികൾക്ക് ലഭിക്കുന്നു. പരിശീലനം പൂർത്തിയാവുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റും യാഥാർത്ഥ്യമാകുന്നു. ഇപ്പോൾ ഉറപ്പുള്ള മികച്ചൊരു തൊഴിൽ ITIകൾക്ക് ഉന്നതമായ വേറിട്ടൊരു മുഖം നൽകുന്നു. പുതുതലമുറയെ നൈപുണ്യവൽക്കരിച്ചുകൊണ്ട് ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ചുവടുവയ്പ്പുകൾ സ്കൂളുകളിലും കോളേജുകളിലും തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികളെ നൈപുണ്യമാർജിക്കുവാനുള്ള പരിശീലന പദ്ധതിയായ അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം വിജയകരമായി മുന്നോട്ട് പോകുന്നു. വിദ്യാഭ്യാസ രംഗത്തെ ഈ പദ്ധതി പുതുതലമുറയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര പദ്ധതിയായ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശൽ യോജനയുടെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ വഴിയും നൈപുണ്യ വികസനം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തുന്നത്. ഇതിലൂടെ കർമ്മത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു സമൂഹത്തെ ഉയർത്തുവാനുള്ള നിശബ്ദ സേവനവും യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമങ്ങളിൽ കൗശൽ കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു നിമിഷമാണിത്. കാരണം ലോകോത്തരമായ ഒരു തൊഴിൽ നൈപുണ്യ പരിശീലന മാതൃക നമ്മൾ സ്വന്തമാക്കുകയാണ് കൗശൽ കേന്ദ്രയിലൂടെ. റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക പരിശീലനങ്ങൾ നൽകുന്ന മൾട്ടി സ്കിൽ റൂം, അഭിരുചിക്കനുസരണമായ തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള കരിയർ ഗൈഡൻസ്, ലോകത്തിലെ മികച്ച വായനശാലകളെ കോർത്തിണക്കിയ ഡിജിറ്റൽ ലൈബ്രറി, വിദേശ ഭാഷാ പരിശീലനത്തിനുള്ള ലാംഗ്വേജ് ലാബ്, ഇവയെല്ലാം ഇവിടെ സജ്ജമാണ്. ഇനി നൈപുണ്യം നിങ്ങളെ തേടി നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക്.